നൊവാക് ജോക്കോവിച്ച് ഒരു സർജനാണ്. മറുഭാഗത്ത് കാർലോസ് ആൽക്കാരസ് ഒരു ആർട്ടിസ്റ്റും. ഏറ്റവും സരസമായി ഇരുവരുടെയും കളിമികവിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കാനാവുക. ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസിൻ്റെ പ്രധാന വേദിയായ റോഡ് ലെവർ അരീനയിൽ 2026 ഫൈനലിൽ നൊവാക് ജോക്കോവിച്ച് എന്ന ഇതിഹാസം ടെന്നീസ് ലോകത്തെ പുതിയ സെൻസേഷൻ അൽക്കാരസിനെ നേരിടുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് ഒറ്റ ചോദ്യത്തിന് ഉത്തരം തേടിയാണ്: പുതുയുഗ പിറവിയോ അതോ യുഗാന്ത്യമോ? ജയിക്കാൻ പോകുന്നത് ഇതിലാരെന്നതാണ് പ്രധാന ആകാംക്ഷ. നിലവിൽ ലോക 1-ാം നമ്പറാണ് സ്പാനിഷുകാരനായ കാർലോസ് അൽക്കാരസ്. 22 വയസ്സാണ് പ്രായം. നേരെ മറിച്ച് 38 വയസ്സാണ് നൊവാക് ജോക്കോവിച്ചിന്. ടെന്നീസ് കോർട്ടിൽ ചരിത്രം എഴുതിയ താരമാണ് അദ്ദേഹം. റാക്കറ്റ് കൊണ്ട് ടെന്നീസിലെ മറ്റ് മഹാരഥന്മാർക്ക് നേടാനാകാതെ പോയ 25 ഗ്രാൻഡ് സ്ലാമുകൾ എന്ന സ്വപ്നതുല്യമായ നേട്ടത്തിന് ഒറ്റ ജയം അകലെയാണ് ജോക്കോ ഇപ്പോൾ. ലോകത്ത് ഇന്നേ വരെ ഒരു പുരുഷനോ സ്ത്രീയോ ആയിട്ടുള്ള താരം ടെന്നീസ് കോർട്ടിൽ നേടിയിട്ടില്ലാത്ത, ഒരുപക്ഷെ ഇനി ഒരാൾക്കും നേടാനുമാകാത്ത പദവിയാണത്. ടെന്നീസിലെ പ്രമുഖരുടെ പട്ടിക എടുത്തു നോക്ക്. ജിമ്മി കോണോഴ്സിനും ഇവാൻ ലെൻഡലിനും ആന്ദ്രെ അഗാസിക്കും 8 ഗ്രാൻഡ് സ്ലാമുകളേ ഉള്ളൂ. ജോൺ മക്കൻറോയ്ക്ക് 7 മാത്രം. ബിയോൺ ബോർഗിന് 11, പീറ്റ് സാംപ്രസിന് 14, ഫെദറർക്ക് 20, നദാലിന് 22 ഗ്രാൻഡ് സ്ലാമുകളുണ്ട്. ഫെദറർക്ക് വിംബിൾഡണും നദാലിന് ഫ്രഞ്ച് ഓപ്പണുമായിരുന്നു തട്ടകമെങ്കിൽ സെർബിയക്കാരൻ ജോക്കോവിച്ചിൻ്റെ ഇഷ്ട തട്ടകമാണ് ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ വേദിയായ റോഡ് ലെവർ അരീന. സെൻറ്റർ കോർട്ടിൽ ഫെദറർ 8 തവണ വിംബിൾഡൺ കിരീടത്തെ ചുംബിച്ചപ്പോൾ റൊളാൻഡ് ഗാരോസിൽ 14 തവണ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നദാലിൻ്റെ കൈകളിൽ ഉയർന്നപ്പോൾ ഓസ്ട്രേലിയൻ ഓപ്പൺ നൊവാക് ജോക്കോവിച്ച് സ്വന്തമാക്കിയത് 10 തവണയാണ്. മറ്റൊരു ടെന്നീസ് താരത്തിനും ഇല്ലാത്ത നേട്ടം. 11-ാം തവണ കിരീടമുയർത്തിയാൽ 25-ാം ഗ്രാൻഡ് സ്ലാം തൻ്റെ പ്രിയപ്പെട്ട തട്ടകത്തിൽ തികയ്ക്കാൻ പോകുന്ന താരമാവുകയാണ് ജോക്കോ. അങ്ങനെയെങ്കിൽ ജോക്കോയ്ക്ക് അൽക്കാരസ് എങ്ങനെ വെല്ലുവിളിയാകും? അൽക്കാരസിൻ്റെ സ്വപ്നം ജോക്കോ 10 തവണ കിരീടമുയർത്തിയ ഓസ്ട്രേലിയൻ ഓപ്പണിലെ തൻ്റെ ആദ്യ കിരീട നേട്ടമാണ്. 4 വർഷത്തിനിടെ 2 വീതം ഫ്രഞ്ച് ഓപ്പണും വിംബിൾഡണും US ഓപ്പണും നേടിയിട്ടുള്ള അൽക്കാരസിന് ഇതുവരെ വഴങ്ങാതെ പോയതും സീസണിലെ ആദ്യ ഗ്രാൻഡ് സ്ലാം ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ഓപ്പണാണ്. ജയിച്ചാൽ 4 ഗ്രാൻഡ് സ്ലാമുകൾ നേടി കരിയർ ഗ്രാൻഡ് സ്ലാം തികയ്ക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് അൽക്കാരസിനെ കാത്തിരിക്കുന്നത്. അതേസമയം നേരെ മറിച്ച് ജോക്കോവിച്ചാണ് ജയിക്കുന്നതെങ്കിലോ ടെന്നീസിലെ പ്രായമേറിയ ഗ്രാൻഡ് സ്ലാം വിന്നർ എന്ന പദവിയാണ് അദ്ദേഹത്തെയും കാത്തിരിക്കുന്നത്. ടെന്നീസിലെ മഹാരഥന്മാരുടെ പട്ടികയിൽ ഇപ്പോഴേ ഇടപിടിക്കാനുള്ള ആ നേട്ടത്തിലേക്കാണ് അൽക്കാരസിൻ്റെ ഓട്ടം. അതിനയാൾ സിംഹത്തെ അതിൻ്റെ മടയിൽ തന്നെ വീഴ്ത്തണം. ഈ പോരിൽ ലോകം ജോക്കോവിച്ചിനൊപ്പമോ അതോ അൽക്കാരസിനൊപ്പമോ? ജോക്കോയുടെ പരിചയസമ്പത്തും അൽക്കാരസിൻ്റെ ചോരത്തിളപ്പും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. ജോക്കോവിച്ചിനൊത്ത എതിരാളി തന്നെയാണ് താനെന്ന് അൽക്കാരസ് ഇതിനകം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഇതിനകം ഏറ്റുമുട്ടിയ 9 മത്സരങ്ങളിൽ 5 ജോക്കോ ജയിച്ചു. 4 ജയിച്ചത് അൽക്കാരസാണ്. കരിയറിൽ 1163 മത്സരം ജയിക്കുകയും 231 മാത്രം തോൽക്കുകയും ചെയ്ത ജോക്കോവിച്ച് 380 മത്സരം ജയിക്കുകയും 65 മാത്രം തോൽക്കുകയും ചെയ്ത അൽക്കാരസ്. കരിയറിൽ ഇതുവരെ 101 കിരീടങ്ങൾ നേടിയ ജോക്കോവിച്ച് 25-ാം ഗ്രാൻഡ് സ്ലാം ലക്ഷ്യമിടുമ്പോൾ കരിയറിലെ 25-ാം കിരീടമാണ് അൽക്കാരസിന് മുന്നിലുള്ളത്. ജോക്കോ നേടിയതിൻ്റെ 4-1 മാത്രമേ അൽക്കാരസ് ഇപ്പോഴും നേടിയിട്ടുള്ളൂ. പക്ഷേ ഒത്ത എതിരാളി തന്നെയാണ് അൽക്കാരസ്. 2 വലം കയ്യന്മാർ, ബാക്ക് ഹാൻഡ് ഷോട്ടുകളിൽ 2 കൈകളും ചേർത്ത് പ്രയോഗിക്കുന്നവർ. കഴിഞ്ഞ വർഷം US ഓപ്പണിൻ്റെ സെമിയിലായിരുന്നു ഇരുവരും അവസാനം നേർക്കുനേർ വന്നത്. അന്ന് ജയം അൽക്കാരസിനായിരുന്നു, അതും നേരിട്ടുള്ള സെറ്റുകൾക്ക്. 6-4, 7-6, 6-2 എന്ന സ്കോറിനാണ് അന്ന് ജോക്കോവിച്ച് തോറ്റുപോയത്. കിരീടവും അൽക്കാരസിന് തന്നെയായിരുന്നു. അതിന് തൊട്ടുമുൻപ് ഇതേ ഓസ്ട്രേലിയൻ ഓപ്പണിൻ്റെ ക്വാർട്ടർ ഫൈനലിലും ഇരുവരും തമ്മിലൊരു പോരാട്ടം നടന്നു. അന്ന് ജയം ജോക്കോവിച്ചിനായിരുന്നു. ആദ്യ സെറ്റ് നഷ്ടമായ ശേഷം ജോക്കോ പൊരുതിക്കയറുന്നത് ലോകം അന്ന് കണ്ടു. അതിന് തൊട്ടു മുൻപ് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ ഇരുവരും നേർക്കുനേർ വന്നു. സ്വർണം ജോക്കോവിച്ചിനായിരുന്നു. പക്ഷേ അതിനു മുമ്പ് വിംബിൾഡൺ ഫൈനലിൽ ജോക്കോയെ വീഴ്ത്തിയതും ഇതേ അൽക്കാരസ് ആയിരുന്നു. 2023 വിംബിൾഡൺ ഫൈനലിൽ ജയിച്ച് അൽക്കാരസ് ആദ്യമായി അവിടെ കിരീടമുയർത്തിയപ്പോഴും തോറ്റത് ജോക്കോവിച്ചായിരുന്നു. അതായത് 4 ഫൈനലുകളിൽ 2 വീതം ജയം 2 പേർക്കുമുണ്ട്. ഇത്തവണത്തേത് 5ാമത്തെ ഫൈനലാണ്. റാലിയുടെ താളം നിയന്ത്രിക്കാനും എതിരാളി പിഴവുകൾ വരുത്താനുമായി വിട്ടുവീഴ്ചയില്ലാത്തതും കൃത്യതയാർന്നതും മൂർച്ചയേറിയതുമായ ഗ്രൗണ്ട് സ്ട്രോക്കുകളിലാണ് ജോക്കോവിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കോർട്ടിൻ്റെ വശങ്ങളിലേക്ക് ചലിച്ച് എതിരാളികളെ വോളികളിലൂടെ ന്യൂട്രലൈസ് ചെയ്യാൻ ജോക്കോവിച്ച് ശ്രമിക്കുമ്പോൾ നെറ്റിനരികിലേക്ക് അതിവേഗം പാഞ്ഞെത്തി പോയിന്റുകൾ സ്വന്തമാക്കുന്ന കൂടുതൽ ആക്രമണാത്മകമായ സമീപനം സ്വീകരിക്കുന്നയാളാണ് അൽക്കാരസ്. റിസ്ക് എടുക്കുന്നതും വൈവിധ്യമാർന്നതുമായ ശൈലിയാണ് അദ്ദേഹത്തിൻ്റേത്. കരുത്തുറ്റതും സ്പിൻ നിറഞ്ഞതുമായ ഫോർഹാൻഡ് ഷോട്ടുകളിലൂടെ പോയിന്റുകൾ സ്വന്തമാക്കാൻ മിടുക്കനാണ് അൽക്കാരസ്. പക്ഷേ ജോക്കോ ആകട്ടെ ഒരു മതിൽ പോലെയാണ്. എത്ര ശക്തിയോടെ അടിച്ചാലും പന്ത് തിരികെ കൃത്യതയോടെ നിങ്ങളിലേക്ക് തന്നെ വരും. എതിരാളിയെ തളർത്തുന്നതിലാണ് ജോക്കോയുടെ ശ്രദ്ധ. അസാധ്യമായ റിട്ടേണുകൾ പിറക്കും ആ റാക്കറ്റിൽ നിന്ന്.
എതിരാളിയെ താളം തെറ്റിക്കുന്ന തരം ഫോർഹാൻഡ് ഷോട്ടുകളാണ് പ്രധാന ആയുധം. മാനസിക കരുത്തിനൊപ്പം അപാരമായ കായികശേഷി കൂടിയാണ് 38-ാം വയസ്സിലും ടെന്നീസ് പോലെ അത്യന്തം കഠിനാധ്വാനം വേണ്ട ഒരു കായിക ഇനത്തിൽ ജോക്കോവിച്ചിനെ പിടിച്ചു നിർത്തുന്നത്. അതേസമയം ഇതിനെല്ലാം അൽക്കാരസിന് മറുപടിയുമുണ്ട്. അപ്രതീക്ഷിതമായ ഷോട്ടുകളിലൂടെയും അതിവേഗത്തിലൂടെയും അത്ലറ്റിക് മികവിലൂടെയും കളി നിയന്ത്രിക്കുന്ന അൽക്കാരസിൻ്റെ ഡ്രോപ്പ് ഷോട്ടുകളാണ് എതിരാളിയുടെ പേടി സ്വപ്നം. ജോക്കോയെ പോലെ തന്നെ കൃത്യമാണ് അൽക്കാരസിൻ്റെ ഫോർഹാൻഡ് ഷോട്ടുകളും. ജോക്കോവിച്ചിൻ്റെ ലക്ഷ്യം പന്ത് കോർട്ടിൻ്റെ ലൈനിനോട് ചേർന്ന് കൃത്യമായി അടിക്കുക എന്നതാണ്. ഹെഡ് സ്പീഡ് പ്രോ റാക്കറ്റുകളാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ഇഴയടുപ്പമേറിയ സ്ട്രിങ്ങുകൾ പന്തിന്മേൽ കൂടുതൽ നിയന്ത്രണം നൽകുന്നതായാണ് വിലയിരുത്തൽ. സ്ട്രിങ് ടെൻഷൻ കൂട്ടി പന്ത് റാക്കറ്റിൽ തട്ടിത്തെറിക്കുന്നത് കുറച്ച് ഷോട്ടുകളുടെ കൃത്യത കൂട്ടാൻ കഴിയുന്നുവെന്നതാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം. അൽക്കാരസിൻ്റെ കളി അമിതമായും സ്പിന്നിനെയും വേഗതയെയും ആശ്രയിച്ചാണ്. ബാബോളാറ്റ് പ്യുവർ എയ്റോ 98 എന്ന ലോകപ്രശസ്ത റാക്കറ്റിൽ ഇഴയെടുപ്പം കുറവാണ്. കുറഞ്ഞ സ്ട്രിങ് ടെൻഷൻ വഴി പന്തിന് കൂടുതൽ വേഗതയും ഉറപ്പാക്കാനാകും. കരുത്തിനൊപ്പം ഷോട്ടുകളുടെ ക്രിയേറ്റിവിറ്റിയും ഡ്രോപ്പ് ഷോട്ടുകളുടെ കൃത്യതയും നെറ്റിലേക്ക് ഓടിക്കയറുന്ന ശൈലിയും അൽക്കാരസിനെ കൂടുതൽ അപകടകാരിയാക്കുന്നുണ്ട്. 2 തലമുറകളെ പ്രതിനിധീകരിക്കുന്നവരുടെ ഫൈനലാണിത്. അപാരമായ മാനസിക കരുത്തും പരിചയസമ്പത്തും സ്ഥിരതയും കൈമുതലായുള്ള ജോക്കോവിച്ച്. ഏത് പ്രതിസന്ധിയിലും പൊരുതി തിരികെ എത്താനുള്ള ശേഷി, ദൈർഘ്യമേറിയ റാലികളിലൂടെ എതിരാളിയെ താളം തെറ്റിക്കുന്ന ശൈലി. അതേസമയം ഡൈനാമിക്കായ പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന യൗവനത്തിൻ്റെ കരുത്തുള്ള ഓൾ കോർട്ട് പ്ലെയറായ അൽക്കാരസ് മറുഭാഗത്ത്. 25 ഗ്രാൻഡ് സ്ലാം തികച്ച് അമാനുഷികനായി മാറുന്ന ജോക്കോയോ, അതോ കരിയറിലെ 25-ാം കിരീടം കൈപ്പിടിയിലാക്കുന്ന അൽക്കാരസോ? 2 പേരായാലും ചരിത്രമാണ്. ഒരാൾ പ്രായമേറിയ ഗ്രാൻഡ് സ്ലാം ചാമ്പ്യനും ഒരാൾ പ്രായം കുറഞ്ഞ കരിയർ ഗ്രാൻഡ് സ്ലാം വിന്നറുമാകും. കാത്തിരിക്കാം, തീപാറുന്ന പോരാട്ടത്തിന് കൈയടിക്കാം.